ദൈവം ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാൻ സാധ്യമല്ല. ദൈവം ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കുവാനും സാധ്യമല്ല. ഫിലദൽഫിയ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-8 വാക്യങ്ങളിലും നാം ഇങ്ങനെ കാണുന്നു: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നമ്മുടെ ജീവിതത്തിന്റെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടുവെന്ന് തോന്നുന്ന അനേക സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം. ഇസ്രായേൽ മക്കൾക്ക് കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായി എരിഹോ മതിൽ നിന്നു. നാം പുറത്തു കടക്കാതിരിപ്പാൻ ശത്രുവാകുന്ന സാത്താൻ വാതിൽ കൊട്ടിയടച്ചു എന്ന് വരാം. ശത്രു എത്ര ഉയരത്തിൽ കൊട്ടിയടച്ചിട്ട വാതിലാണെങ്കിലും അത് തുറക്കുവാൻ യേശുവിന് കഴിയും. ഇസ്രായേൽ മക്കൾക്ക് തടസ്സമായി നിന്ന മതിൽ 7 ദിവസം ഉച്ചസ്വരത്തിൽ ഹൃദയം നുറങ്ങി പുരോഹിതന്മാർ കാഹളമൂതുകയും ജനം ആർപ്പിടുകയും ചെയ്തപ്പോൾ മതിൽ വീണു എന്ന് നാം കാണുന്നു. എത്ര കൊട്ടിയടച്ച വാതിലുകൾ ആണെങ്കിലും ദൈവത്തിൽ പരിപൂർണ ആശ്രയം വച്ചാൽ തുറക്കപ്പെടും. ശത്രു എത്ര വലിയ പ്രശ്നത്താൽ കെട്ടിയിട്ടാലും അത് തുറക്കാനും നമ്മെ പുറത്തു കൊണ്ടുവരുവാനുമുള്ള താക്കോൽ യേശുവിന്റെ കയ്യിൽ ഉണ്ട്. മഹാപുരോഹിതന്മാർ അപ്പോസ്തലന്മാരെ തടവിലാക്കി കാരാഗ്രഹം സൂക്ഷ്മതയോടെ പൂട്ടിയിട്ടു. എന്നാൽ കർത്താവിന്റെ ദൂതൻ അവരെ പുറത്തു കൊണ്ടുവന്നു. യേശുവിനു വേണ്ടി നിലകൊണ്ട സ്തെഫാനോസിനെ അവർ കല്ലെറിഞ്ഞു കൊന്നു. അപ്പോൾ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു. അത് കണ്ട് സ്തെഫാനോസ് ഇങ്ങനെ പറഞ്ഞു: ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 7:56. ജീവിതത്തിൽ നാം കഷ്ടങ്ങളും നിന്ദകളും പരിഹാസങ്ങളും നേരിടുമ്പോൾ ഓർക്കണം, ദൈവം നമുക്ക് വേണ്ടി സ്വർഗം തുറക്കുമെന്ന്. നാം ദൈവപുത്രനെ തൻ്റെ മഹത്വത്തിൽ കാണുമെന്ന്. ലാസറിന്റെ മരണവാതിലിനെ ദൈവം തുറന്നു. ലാസർ കല്ലറയിൽ നിന്നും പുറത്തു വന്നു. ദൈവം കോപിച്ചു. നമ്മുടെ നേരെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെടാതിരിപ്പാൻ നാം ശ്രദ്ധിക്കണം. ദൈവം ഒരു വാതിൽ അടച്ചു കഴിഞ്ഞാൽ അത് തുറക്കാൻ ആർക്കും സാധ്യമല്ല. യഹോവ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. മഴ പെയ്ത് ജലപ്രളയം വന്നപ്പോൾ അനേകർ ജീവരക്ഷയ്ക്കായി ആ വാതിൽ മുട്ടിക്കാണും. ആർക്കും തുറന്ന് അകത്ത് കയറുവാൻ കഴിഞ്ഞില്ല. ആദാം, ഹൗവ എന്നിവർ പാപം ചെയ്തപ്പോൾ യഹോവ ഏദൻ തോട്ടത്തിന്റെ വാതിലുകളെ അടച്ചു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തിയെന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ദൈവം വാതിലടച്ചാൽ ആർക്കും തുറക്കുവാൻ സാധ്യമല്ല. എന്നാൽ പിതാവായ ദൈവത്തിന് കൃപ തോന്നി ആ ജീവന്റെ ഫലം ഭക്ഷിക്കുവാനുള്ള യോഗ്യത തൻ്റെ പുത്രന്റെ ക്രൂശ് മരണം വഴി ദൈവം നമുക്ക് നൽകി. ദേവാലയത്തിലെ തിരശീല യേശുവിന്റെ മരണസമയത്ത് കീറിപ്പോയി. കൃപാസനത്തെ ദൈവം തുറന്നു തന്നു. ആ കൃപാസനത്തിലേക്ക് ആർക്കും കടന്നു വരാം. ഇന്ന് കൃപയുടെ കാലഘട്ടം. ഇതാണ് രക്ഷാസമയം. ദൈവം ഓരോ ഹൃദയങ്ങളെയും മുട്ടി വിളിച്ച് ചോദിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് വെളിപ്പാട് പുസ്തകം 3:20 നാം വായിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് ഹൃദയവാതിൽ യേശുവിനായി തുറക്കാം. സ്വർഗവാതിൽ നമ്മുടെ മുമ്പിൽ അടയാതിരിക്കുവാൻ യേശുവിൽ ശരണപ്പെടാം. കാരണം യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറന്നുകൂടാ. അവൻ തുറന്നാൽ ആർക്കും അത് അടച്ചുകൂടാ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ.
നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.